ഏറെ സന്തോഷത്തോടു കൂടിയാണ് നാം ഈ സായാഹ്നത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേരളത്തിലേറെ സംഭാവനകൾ അർപ്പിച്ച അൽ ജാമിയ അൽ ഇസ്ലാമിയ അതിൻ്റെ 7 പതിറ്റാണ്ട് പൂർത്തീകരിക്കുകയാണ്. 7 പതിറ്റാണ്ടിൻ്റെ പിന്നിട്ട നാൾവഴികൾ ഏറെ അഭിമാനിക്കാവുന്നതും അതിലേറെ സന്തോഷത്തിന് വക നൽകുന്നതുമാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളീയ സമൂഹത്തിൽ ഒരുപാട് നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിലെ സുപ്രധാനമായ ചുവടുവെപ്പാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള നവോത്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ് ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ നിന്ന് തുടങ്ങി അൽ ജാമിയയിൽ എത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവം എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയുണ്ട്. പാശ്ചാത്യ നാഗരികതയുടെ അധിനിവേശം ഖിലാഫത്തിൻ്റെ ഗോപുരങ്ങളെ മാത്രമല്ല തകർത്തെറിഞ്ഞത്, മറിച്ച് തൗഹീദിൻ്റെ അടിത്തറയിൽ രൂപപ്പെട്ടു വന്ന ഇസ്ലാമികമായ വൈജ്ഞാനിക അടിത്തറകളെ കൂടി അത് തകർത്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വിദ്യാഭ്യാസത്തെ വിഭജിച്ചു. ഭൗതികമെന്നും അതുപോലെ തന്നെ ആത്മീയമെന്നുമുള്ള വിഭജനമാണ് അവർ നടത്തിയത്. മാത്രമല്ല, ശാസ്ത്രീയമായ വിദ്യാഭ്യാസ അന്വേഷണം മാത്രമാണ് വിദ്യാഭ്യാസം എന്നവർ സമർത്ഥിച്ചു. ആത്മീയമായ വിദ്യാഭ്യാസം തേടുന്നതിനെ അപഹസിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത്തരമൊരു ഘട്ടത്തിലാണ് പാശ്ചാത്യൻ ജ്ഞാനപദ്ധതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ വിഭജനം അവസാനിപ്പിച്ചുകൊണ്ട് സമന്വയ വിദ്യാഭ്യാസത്തെ ചേർത്തി നിർത്തിക്കൊണ്ട് കേരളീയ സമൂഹത്തിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ഈ സ്ഥാപനം തുടക്കം കുറിക്കുന്നത്. ഇന്ന് നമുക്ക് കാണാവുന്നതുപോലെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ലോകത്തെ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിൽ അവർ ഉപരിപഠനത്തിനായി കടന്നു ചെന്നു. അവിടങ്ങളിലെല്ലാം അവർ അവരുടെ മികവ് പുലർത്തി. കേരളീയ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ തുറകളിൽ അവർ നേതൃപരമായ പങ്ക് നിർവഹിച്ചു. ഇന്ന് ഏതാണ്ട് 7 പതിറ്റാണ്ട് മുമ്പ് ശാന്തപുരത്ത് നിന്ന് ആരംഭിച്ച ആ വിദ്യാഭ്യാസ വിപ്ലവത്തെ കേരളീയ സമൂഹത്തിലെ മുഴുവൻ ഇസ്ലാമിക കലാലയങ്ങളും ഏറെ സന്തോഷത്തോടുകൂടി കൈനീട്ടി സ്വീകരിച്ച സന്തോഷകരമായ മുഹൂർത്തത്തിൽ കൂടിയാണ് നാം 7 പതിറ്റാണ്ട് ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ 7 പതിറ്റാണ്ടിൻ്റെ ഗുണഫലമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കിതാബ് തിരിയുന്ന പണ്ഡിതന്മാർ, കിതാബുമായി തിരിയുന്ന പണ്ഡിതന്മാർ എന്നതിനപ്പുറത്ത് കിതാബിൽ നിന്നുകൊണ്ട് തന്നെ ലോകം തിരിയുന്ന പണ്ഡിതന്മാരെ കേരളീയ സമൂഹത്തിന് സമ്മാനിച്ചു എന്നുള്ളതാണ് ഈ ക്യാമ്പസ്, അതുപോലെ തന്നെ അൽ ജാമിയ കേരളീയ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന. ഈ കാലഘട്ടത്തിൻ്റെ ഭാഷാ വിശകലന രീതി മനസ്സിലാക്കാൻ കഴിയുന്ന, പുതിയ കാലഘട്ടത്തിൻ്റെ ദർശനങ്ങളെയും തത്വശാസ്ത്രങ്ങളെയും നിരൂപണം നടത്താനും വിമർശിക്കുവാനും സാധ്യമാകുന്ന, അതിനെല്ലാം ശേഷിയുള്ള ആഴമുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ അൽ ജാമിയ അൽ ഇസ്ലാമിയക്ക് സാധിക്കുകയുണ്ടായി. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ മർഹൂം ഇസുദ്ദീൻ മൗലവിയിൽ നിന്ന് തുടങ്ങുന്ന AK അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ T ഇസ്ഹാഖ് മൗലവി, അബുൽ ജലാൽ മൗലവി, ഞാൻ ഒരു പക്ഷേ പേര് പരാമർശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എൻ്റെ പരാമർശത്തിൽ നിന്ന് വിട്ടുപോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ പരാമർശിക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒരു സീനിയർ മദ്രസയിൽ നിന്ന് ആരംഭിച്ച് ഒരു ഇസ്ലാമിയ കോളേജിലൂടെ തുടർന്നു വന്ന് അവരന്ന് തുടക്കം കുറിച്ച വിദ്യാഭ്യാസ വിപ്ലവം എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റത്തിന് നാന്ദി കുറിക്കുന്നതായിരുന്നു. നമുക്കറിയാം, അറിവിൻ്റെ വിഭജനം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിരുന്നില്ല. ഒരു ഭാഗത്ത് മതമറിയുന്ന മുല്ലമാരും മറുഭാഗത്ത് മതബന്ധമില്ലാത്ത പലപ്പോഴും ഭൗതികമായ വിജ്ഞാനികൾ തേടുന്ന മിസ്റ്റർമാരുമുള്ളയിടത്ത് നിന്നാണ് അത്തരത്തിലുള്ള കാഴ്ചപ്പാടിനപ്പുറത്ത് വിജ്ഞാനീയങ്ങളെ ഇസ്ലാമൈസ് ചെയ്യുക എന്ന ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് മുഴുവിജ്ഞാനീയങ്ങളും കരഗതമാക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തിന് നാം തുടക്കം കുറിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ വായിക്കാനും കാലഘട്ടത്തെ വായിക്കാനും സയൻസും അതുപോലെ തന്നെ ടെക്നോളജിയും സൈക്കോളജിയും ഫിലോസഫിയും എല്ലാം അതിനെ നിരപേക്ഷമായി മനസ്സിലാക്കുന്നതിനപ്പുറം അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനോടുള്ള സമീപനം സ്വീകരിക്കുവാനും കരുത്തുറ്റ ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നത് അഭിമാനകരമായ കാര്യമാണ്. ഏത് വിഷയത്തോടും സംവദിക്കാനുള്ള ഒരു വലിയ നിരയെ വളർത്തിയെടുക്കുവാൻ സാധിച്ചു. പ്രതിഭാധനരായ ഒരു വലിയ തലമുറയുടെ പേര് നേരത്തെ ഇവിടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട വീഡിയോക്കകത്തും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഒരു വലിയ സാമൂഹ്യ ജനവിഭാഗത്തിനകത്തും നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളായി കണ്ടെത്താൻ കഴിയുന്നതാണ്. ഒരു പക്ഷേ അവർക്ക് പൗരോഹിത്യത്തിൻ്റെ ഉടയാടകളൊന്നുമില്ല എങ്കിലും അവർ കരുത്തുറ്റ പണ്ഡിതന്മാരായിരുന്നു, അവർ മികവുറ്റ എഴുത്തുകാരായിരുന്നു, അവർ നല്ല കഴിവ് തെളിയിച്ച പ്രഭാഷകന്മാരായിരുന്നു, അവർ കേരളത്തിൻ്റെ മുൻനിരയിൽ നിലയുറപ്പിക്കാൻ കഴിവുള്ള നല്ല ജേർണലിസ്റ്റുകളായിരുന്നു. ഏത് മേഖലയിലാണോ നാം നമ്മുടെ കയ്യൊപ്പ് ചാർത്തേണ്ടത്, ഏത് മേഖലയിലാണോ നാം നമ്മുടേതായ ജീവിതത്തെ അടയാളപ്പെടുത്തേണ്ടത്, ആ മേഖലകളിലെല്ലാം ഒരു നവജാഗരണ പ്രസ്ഥാനത്തിൻ്റെ ആശയപരമായ പിൻബലത്തിൽ നിന്നുകൊണ്ട് ശക്തമായ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കാൻ നേതൃത്വം നൽകാൻ ഈ സംഘത്തിന് സാധിക്കുകയുണ്ടായി. നമുക്കറിയാം, അൽജാമിയ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ശാന്തപുരത്ത് നാം മണ്ണൊരുക്കി ശാന്തപുരത്ത് വിട്ടിട്ട് വളർത്തിയെടുത്ത ഈ വിദ്യാഭ്യാസ വിപ്ലവം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മത സാമൂഹ്യ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ വലിയ ചലനങ്ങൾക്ക് തുടക്കം വഴിതെളിയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഒരു മത കലാലയത്തിൽ നിന്ന് മതമേഖലയെ സ്വാധീനിക്കുന്ന മതപണ്ഡിതന്മാരെന്ന് പറയുന്ന പരമ്പരാഗത കാഴ്ചപ്പാടിനപ്പുറം കേരളത്തിൻ്റെ മതമേഖല എന്നതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്തെ, കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലകളെ, കേരളത്തിൻ്റെ മാധ്യമ മേഖലകളെ, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ മുന്നേറ്റം ഈ സ്ഥാപനത്തിൻ്റെ സന്തതികൾക്ക് നിർവഹിക്കാൻ സാധിക്കുകയുണ്ടായി. നമുക്കറിയാം, കേരളത്തിൽ ഒരു ചെറിയ പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ ചെറിയ പ്രസ്ഥാനം ഇന്ന് കേരളീയ സമൂഹത്തിൽ ഒരു വലിയ ചർച്ചയാകും വിധമുള്ള കേരളീയ സമൂഹത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അതെന്തുകൊണ്ടാണ് ആ അർത്ഥത്തിൽ ശ്രദ്ധേയമായ ഒരിടം ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തിനകത്ത് രൂപപ്പെടുത്തിയെടുത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനം ഇതുപോലുള്ള കലാലയങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത വൈജ്ഞാനികമായ അടിത്തറയും അതുപോലെ തന്നെ അതിനുള്ള ആശയപരമായ ക്ലാരിറ്റിയുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. വളരെ കൃത്യമായ ഒരു വൈജ്ഞാനിക അടിത്തറ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. ആ വൈജ്ഞാനിക അടിത്തറ നാം രൂപപ്പെടുത്തിയെടുത്തത് ഇസ്ലാമിൻ്റെ വളരെ ക്ലാരിറ്റിയുള്ള ആശയപരമായ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ്. ഇസ്ലാം കേവലം മതമാണ് എന്ന് ധരിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് നിന്നുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കേവല മതം എന്നതിനപ്പുറം ഒരു ജീവിത ദർശനമാണ് എന്ന് ലോകത്ത് നാം പഠിപ്പിച്ചു. അതൊരു വേ ഓഫ് ലൈഫ്, ജീവിത രീതിയാണ് എന്ന് സമൂഹത്തെ നാം പഠിപ്പിച്ചു. മാത്രമല്ല, മതത്തിൻ്റെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ചട്ടക്കൂടിനപ്പുറത്ത് നിന്നുകൊണ്ട് വിശാലമായ ജീവിതത്തിൻ്റെ വിശാലമായ ക്യാൻവാസിലേക്ക് ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ പകർത്തുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതിൻ്റെ സ്വാധീനം ഇന്ന് എല്ലാ മേഖലയിലും നമുക്ക് കാണാവുന്നതാണ്. നാം പുതിയ കാലത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ വെല്ലുവിളികളെയും നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് പുതിയ ചുവടുവെപ്പ് അനിവാര്യമായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ നാം നടത്തിയ വിദ്യാഭ്യാസ നവോത്ഥാനം എന്ന് പറയുന്നത് പാശ്ചാത്യ നാഗരികത സൃഷ്ടിച്ച തകർത്തെറിഞ്ഞ ജ്ഞാനപദ്ധതികളെ ഇസ്ലാമിക അടിത്തറയിൽ പുനഃസ്ഥാപിക്കലായിരുന്നുവെങ്കിൽ പുതിയ കാലഘട്ടത്തിൻ്റെ ചുവടുവെപ്പ് നടത്താൻ നമുക്ക് ഏറെ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ പ്രൊജക്റ്റിലേക്ക്, പുതിയ അറിവിൻ്റെ ലോകത്തേക്ക് ചുവടുവെക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. 1988 ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അന്ന് സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ തിരുനെറ്റിയിൽ ഒരു വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് പറയുന്ന ഒരു വാചകമാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അവൻ്റെ ഏറ്റവും നല്ല പണ്ഡിതന്മാരായ ജ്ഞാനികളായ അടിമകളാണ് എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. ഇന്നമാ യഖ്ഷല്ലാഹ എന്നതിന് അർത്ഥമുണ്ട്. അതിൻ്റെ ഫതഹ് ലൊമ്മാകുന്നിടത്ത് എന്താണോ സംഭവിക്കുക,
അതാണ് പലപ്പോഴും നാം പണ്ഡിത സമൂഹത്തിൽ നിന്ന് അഭിമുഖീകരിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഉലമാക്കളെ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഉലമാക്കളെ തീർച്ചയായിട്ടും അത്തരം പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ നേട്ടം. നമുക്കറിയാം, പേരെടുത്ത് പരാമർശിക്കാവുന്ന മർഹൂം സിദ്ദീഖ് ഹസൻ സാഹിബിൽ നിന്ന് തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. എം വി സലീം മൗലവി, അതുപോലെ തന്നെ അബ്ദുള്ള ഹസൻ സാഹിബ്, എ മുഹമ്മദ് അലി സാഹിബ്, പി കെ ജമാൽ സാഹിബ് തുടങ്ങിയുള്ള ഒരു നീണ്ട നിര നമ്മോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മോടൊപ്പം ഒരു വലിയ, നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന, അതുപോലെ തന്നെ നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു വലിയ തലമുറ ഇപ്പോഴും നമ്മോടൊപ്പം നമ്മുടെ കൂടെ അവശേഷിക്കുന്നുണ്ട്. ഒ അബ്ദുള്ള സാഹിബ്, ഒ അബ്ദുറഹ്മാൻ സാഹിബ്, ടി കെ ഉബൈ സാഹിബ്, വി കെ അലി സാഹിബ്, അതുപോലെ തന്നെ വി എ കബീർ സാഹിബ്, അതേപോലെ തന്നെ വി കെ ഹംസ സാഹിബ് തുടങ്ങിയുള്ള, ഇതും ഞാൻ ഒരുപക്ഷെ പേരെടുത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ പലരും നമുക്ക് കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. പ്രസ്ഥാന സുഹൃത്തുക്കളെ, 1999 ഗ്രിഗറി സ്റ്റാൻഡൻ പ്രവചിച്ച ആ 10 ഘട്ടങ്ങളും നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് സൈക്കോളജി അറിയുന്ന, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ആ അർത്ഥത്തിൽ കേരളത്തിന്റെ രാജ്യത്തിന്റെ പോളിസി മേക്കിങ്ങിലേക്ക് നമ്മുടേതായ ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും ആസൂത്രിതമായി, ഒരുപക്ഷെ നേരത്തെ ഈട്ടി സൂചിപ്പിച്ചതുപോലെ വാല്യൂ ബേസ്ഡായി പുതിയ കാലഘട്ടത്തിലെ വിജ്ഞാനങ്ങളുടെ അടിത്തറയിൽ ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നത്, നാം ഇറങ്ങിയിടത്തൊന്നും നമുക്ക് പിറകോട്ട് ചുവട് വെക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പ്രൊജക്റ്റുകളല്ല നമ്മളൊന്നും മുന്നോട്ട് വെച്ചത്, നമ്മുടെ സംഘടനാപരമായ പ്രൊജക്റ്റുകളുമല്ല നാം ഇതുവരെ കേരളീയ സമൂഹത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇസ്ലാമിക പ്രസ്ഥാനം ഒരു സംഘടനാ പ്രൊജക്റ്റുമായിട്ടല്ല സമൂഹത്തെയും സമുദായത്തെയും ഇതുവരെ സമീപിച്ചിട്ടുള്ളത്. അതതിൻ്റെ മീഡിയയാണെങ്കിലും അതതിൻ്റെ വിദ്യാഭ്യാസമാണെങ്കിലും ഒരു സൊസൈറ്റിയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയുക, വംശീയ ഉന്മൂലന പദ്ധതികളുമായി വംശീയത ഭരണകൂട രൂപം പ്രാപിച്ച ഒരു കാലഘട്ടത്തിൽ ഒരു തലമുറയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട അവരെ എഡ്യൂക്കേഷണലി എംപവർ ചെയ്യുക എന്ന് പറയുന്ന യുഗധർമ്മം നിർവഹിക്കുവാൻ നാം തീരുമാനമെടുത്താൽ അത് നമുക്ക് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പിരിഞ്ഞു പോകേണ്ടത്, നാം ചുവട് വെച്ച നോളജ് വേർഡ് എന്ന് പറയുന്ന അറിവിൻ്റെ പുതിയ ലോകം എന്ന് പറയുന്നത് പണിയുന്നിടത്ത് നമ്മുടെ ജീവിതം കൂടി അടയാളപ്പെടുത്തുക, നമ്മുടെ കർമ്മം, നമ്മുടെ ധർമ്മം കൂടി അടയാളപ്പെടുത്തുക എന്ന തീരുമാനത്തോടും തീർപ്പോടും കൂടിയായിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട് എങ്കിൽ നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ അതിൻ്റെ കൂടി ഏറ്റവും സുന്ദരമായ ചിത്രം കേരളീയ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ ഇതുപോലത്തെ ഒരു സായാഹ്നത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിയും. അതിന് കഴിയുമാറാകട്ടെ എന്ന് സർവേശ്വരനായ ദൈവം തമ്പുരാനോട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനായ ഈട്ടി ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഹാരിസ് ബീരാൻ സാഹിബ് ഇവിടെയുണ്ട്. അവർക്ക് മുമ്പിൽ നല്ലൊരു അവസരം വന്നു കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ എനിക്ക് റിക്വസ്റ്റ് നടത്താനുള്ളത്, ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരാവശ്യം നിങ്ങളുടെ കൂടെ മുമ്പിൽ വെക്കാൻ NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പരിമിതികൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കാലത്ത് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറോടും കൂടി അത്തരം ഒരു നോളജ് വേർഡ് വരുന്നൊരു ഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ കൂടി നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.